ഓ, ഭയങ്കര വായനയാണല്ലോ. എനിക്ക് വായനൊന്നും പണ്ടേ ഇഷ്ടമല്ല. ഞാനൊരു ഫിലിം കാണട്ടെ, ഫ്രണ്ട് ഫിലിം കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് അതുലിനെ പോലെയാണോ നിങ്ങള്? പ്രത്യേകിച്ച് ഈ ഫോണൊക്കെ നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കിട്ടിയ ഒരു സമയത്ത് വായിക്കാനൊന്നും അത്രയധികം താല്പര്യമില്ലാത്ത ആളുകളാണ് അല്ലെ നമ്മളെല്ലാവരും. ആ ഒരു അവസരത്തിൽ തന്നെയാണ് ജൂൺ 19 മുതൽ ജൂൺ 23 വരെയുള്ള ഈ ഒരു വായനാ വാരത്തിന്റെ പ്രത്യേകതയും. ഞാൻ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാനുള്ള മരുന്നാണ്. നിങ്ങള് മഹാനായിട്ടുള്ള കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ നല്ലൊരു മനുഷ്യനായി മാറാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ വായനയ്ക്കുള്ള പ്രാധാന്യം വലിയ രീതിക്കാണ്. നിങ്ങൾക്ക് മഹാനായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വായനയ്ക്കുള്ള പങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ പോലും ഏറെ സ്വാധീനിച്ചത് ടോൾസ്റ്റോയുടെ എഴുത്തുകളാണ്. അങ്ങനെ ഓരോരുത്തരെയും ഒരുപാട് അവരുടെ ചിന്താശേഷിയിലായിക്കോട്ടെ, അവരുടെ കഴിവുകളിലായിക്കോട്ടെ, എല്ലാത്തിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നത് അവരുടെ വായനാശീലം തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? പുസ്തകത്തിൽ നിന്ന് കമ്പ്യൂട്ടറുകളിലേക്കും നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം കുറേ അധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് ഈ ഒരു മാസത്തിനിടയിൽ പോകട്ടെ, നിങ്ങളുടെ 2 മാസത്തെ അവധിക്കാലത്തിനിടയിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഒരു പുസ്തകമെങ്കിലും വായിക്കാത്തവർ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. നിങ്ങൾക്കുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു വാരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്താണ് ഈ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയുടെ പ്രത്യേകത എന്ന്? സ്കൂളിൽ ഈ ഒരു മാസത്തിൽ ഈ ഒരു പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ജൂൺ 19 നമ്മുടെ PN പണിക്കരുടെ ചരമദിനം. ആരാണ് ഈ PN പണിക്കർ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളുടെ ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് PN പണിക്കർ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വായന എത്രത്തോളം അനിവാര്യമാണെന്ന് കാട്ടിത്തന്ന മഹത് വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം അല്ലെങ്കിൽ ഈ ഒരു വാരം ആചരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കുക. ഒരു പുസ്തകമെങ്കിലും ഈ ഒരു കാലയളവിൽ നിങ്ങൾ വായിച്ചു തീർക്കുക. അതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങളുടെ വായനാ മുറിയിൽ വന്നു ചേരാനും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനുമുള്ള ഒരു അവസരം കൂടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വാരത്തെ ആഘോഷിക്കുക അല്ലെ. അപ്പൊ വായന ഒരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് മിസ്സിന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ ഒരു പുസ്തകമെങ്കിലും വായിക്കാതെ അല്ലെങ്കിൽ പുസ്തക വായന ബോറാണെന്ന് അതുലിനെ പോലെ ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചിന്താഗതി അങ്ങോട്ട് മാറ്റുക. വായനയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഹോബി എന്ന് പറയുന്നത്. ആ ശീലം നിങ്ങളിലും ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അരുണിമ മിസ്സിന്റെ എല്ലാ മക്കൾക്കും ടാറ്റാ ബൈ, സീ യു.